ജോൺസേട്ടാ, നമ്മള് മൂന്നാം ലോക മഹായുദ്ധത്തിനെ പറ്റിയും പിന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോ ഇന്നിപ്പോ ഇറാനിലെ മതനേതാവ് അയത്തുള്ള ഖമനി ഇസ്രായേലിനെതിരെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിക്കണം എന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോണെ? കറക്റ്റ് ചോദ്യമാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ 200 കോടിയോളം വരുന്ന മുസ്ലിം ജനതയുടെ യഥാർത്ഥ നേതാവ് ഞാനാണ്, അധികാരി ഞാനാണ് എന്നൊരു പ്രഖ്യാപനമാണ് സത്യത്തിൽ ഇറാനിലെ അയത്തുള്ള ഖമനി നടത്തിയിരിക്കുന്നത്. ലോകത്തിലാകെ കൂടി യഹൂദര് 1.5 കോടിയിൽ താഴെയാണുള്ളത്. അപ്പോൾ 200 കോടിയോളം വരുന്ന മുസ്ലിം ജനവിഭാഗം ഒറ്റക്കെട്ടായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തവിട് പൊടിയായി ഇല്ലാണ്ടായി പോകും. അത് സത്യമായ കാര്യമാണ്. അപ്പോൾ ഇറാൻ്റെ യഥാർത്ഥ ആഗ്രഹം പരസ്യമായി തന്നെ ലോകത്തിന് മുന്നിലേക്ക് വെളിവാക്കപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ ഇറാൻ്റെ ആത്മീയ നേതാവ് പറയുന്നതനുസരിച്ച് ലോകത്തിലുള്ള മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും അനുസരിച്ച് അംഗീകരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ബൈബിൾ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ലോകാവസാന കാലഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. ആ യുദ്ധം ആസന്നമായെന്നും ഇസ്രായേലിനെതിരെ എല്ലാവിധ ശക്തികളും ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ച് ഇസ്രായേലിൽ നിലം പരിശായി കഷ്ടപ്പെടുമെന്നുള്ള ഒരു പ്രവചനമുണ്ടെന്ന്. ആ സമയത്ത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നതിന് വേണ്ടി ഇറാനിലെ അയത്തുള്ള ഖമനി ഒരു നിമിത്തമായി മാറുകയാണോ എന്ന് പോലും നമ്മൾ ഈ സമയത്ത് സംശയിക്കേണ്ടി വരും. അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ലോകത്തിലുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ലോക അവസാനത്തിൻ്റെ ആരംഭമാണ് എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഇതിൽ സംഭവിക്കുക.